ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമുക്ക് അമേരിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വരെ ത്രൂ ഔട്ട് നോക്കാം. അപ്പം യൂറോപ്പും ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ അമേരിക്കയിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ്, വളരെ വിശദമായ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ ഈ ഇടപെട്ട കാലത്ത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെക്കുറിച്ച്, യൂറോപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ട്രംപ് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ്. ഈ കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ട്രംപ് വൃത്തിയായിട്ട് ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. കാരണം ഇതിനകത്ത് ഇന്ത്യയുടെ പേര് പരാമർശിച്ചിട്ടില്ല. എന്നാൽ യൂറോപ്പ് അഥവാ നാറ്റോ രാജ്യങ്ങൾ, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തുന്ന പർച്ചേസ്, റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇതെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറ്റ് മീൻസ് ട്രംപിനെ സമീപിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക റഷ്യയുടെ മേളിൽ അഡീഷണൽ സാങ്ഷൻസ് ഏർപ്പാടാക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇത്രയും കാലം ഈ നാറ്റോ രാജ്യങ്ങൾ ഇതുപോലെ എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചൈനയും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ചൈനയും റഷ്യയെ ഫണ്ട് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. യൂറോപ്പിനെയും ചൈനയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇന്ത്യയുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ കമ്പാരിസൺ പുള്ളി നടത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു ട്വീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇറ്റ്സ് നോട്ട് സോ ഈസി, അതായത് ഇത് അത്ര എളുപ്പപ്പണിയല്ല. ഇന്ത്യക്ക് ഡബിൾ താരിഫ് ചുമത്തിയത് അത് വലിയ അബദ്ധമായി പോയി, അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയത് എന്നാണ് ട്രംപ് ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത്. ട്രംപ് റിഗ്രറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇത്രമാത്രം ഒരു തിരിച്ചറിവ്, അതായത് യൂറോപ്പിന്റെ പർച്ചേസ്, ചൈനയുടെ പർച്ചേസ്, റഷ്യയുമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ ഇടപാട്, ഇതെല്ലാം തന്നെ ഒരു അക്കൗണ്ടബിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് നോക്കാൻ സഹായകരമായത് ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫാണ്. ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയത് കൊണ്ട് റഷ്യയുടെ ഫണ്ടിങ്ങിൽ എന്തെങ്കിലും കുറവ് വരുത്താൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു തിരിച്ചറിവ് കിട്ടി പുള്ളിക്കാരന്. ആ തിരിച്ചറിവാണ് ആരാണോ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്, യൂറോപ്പ് തന്നെ റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്നുണ്ട്. യൂറോപ്പിനെ പിന്തുണയ്ക്കുന്ന നാറ്റോ രാജ്യങ്ങളും ഇടപാട് നടത്തുന്നുണ്ട്, എണ്ണക്കച്ചവടം. അതായത് യുദ്ധം നടക്കുന്നതിന്റെ ഇടയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നതിന്റെ ഇടയിലും നിങ്ങൾ എണ്ണ മേടിക്കാൻ കാണിക്കുന്ന ഒരു മഹാമനസ്ഥിതി, അത് ട്രംപ് ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സൈഡ് ലൈനിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ ഇതിലെങ്ങും ഇന്ത്യ പരാമർശിച്ചിട്ടില്ല, മറിച്ച് ഇന്ത്യയെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് മേളിൽ ചുമത്തിയ ഇരട്ട നികുതി, അതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നാണ് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത്. യൂറോപ്പ് ഗ്യാസ് മേടിക്കുന്നു, ഇറ്റലി തകൃതിയായിട്ട് റഷ്യൻ ഓയിൽ മേടിച്ച് അവിടെ നിന്ന് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അത് തന്നെ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി അല്ലേ. അതിലുപരിയായിട്ട് ചൈന ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യ എടുത്ത് മേടിക്കുന്നു. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ പാർട്ട് വളരെ ചെറുതാണ്. ഇന്ത്യ ഓയിൽ മാത്രമാണ് മേടിക്കുന്നത്. പിന്നെ ഇന്ത്യ കോൾ മേടിക്കുന്നുണ്ട്. ആ കോൾ പണ്ട് തൊട്ടേ ഉള്ളൊരു കച്ചവടമാണ്. അതും യുദ്ധവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒന്നും പറയാനില്ല. എനിവേ നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. യൂറോപ്യൻ ടീംസ് മൊത്തം ഇന്ത്യയിലുണ്ട്. അവർ തകൃതിയായിട്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. ട്രംപ് എത്ര പുഷ് ചെയ്തിട്ടും യൂറോപ്പ് ഇന്ത്യക്ക് മുകളിലോ അല്ലെങ്കിൽ റഷ്യയുടെ മേളിലോ ഒരു താരിഫോ ഒന്നും തന്നെ കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല. ട്രംപ് വളരെയധികം കഷ്ടപ്പെട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അതായത് 100% താരിഫ് നിങ്ങൾ ചൈനയ്ക്കും ഇന്ത്യക്കും മേളിൽ ചുമത്തൂ, റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ താരിഫ് ഇടൂ എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്പ് അനങ്ങുന്നില്ല. യൂറോപ്പിനാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടതെങ്കിൽ പിന്നെ അവർ ഇതിന് താരിഫ് ഇടേണ്ടതല്ലേ? അവരെന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ ട്രംപ് നടത്തിയ പഠനം, അങ്ങനെയെങ്കിലും ഒരു പഠനം നടത്താനും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവാനും സാഹചര്യം ഒരുങ്ങി നന്നായി. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇന്ത്യയുടെ നെഗോസിയേഷൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ സാധനങ്ങളൊക്കെ പാട്ട സാധനങ്ങളാണ്, റഷ്യയുടെ സാധനങ്ങളൊക്കെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയാണ് പലരും ഇവിടെ പറയുന്നത്. പക്ഷേ റഷ്യയുടെ സാധനങ്ങളാണ് നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് തന്നെയാണ് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം മൊത്തം ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാർക്ക് റൂട്ടെ, നാറ്റോയുടെ തലപ്പത്തിരിക്കുന്ന മാർക്ക് റൂട്ടയെ പോളണ്ട് വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. പോളണ്ടിൽ വെച്ചിട്ട് പറയുകയാണ്, റഷ്യയുടെ കയ്യിലുള്ളതൊക്കെ മാസീവായിട്ടുള്ള ആയുധങ്ങളാണ്, അവർ ശരിക്കും അറിഞ്ഞങ്ങ് വിളയാടി കഴിഞ്ഞാൽ പിന്നെ പോളണ്ടല്ല നാറ്റോ രാജ്യങ്ങൾ മൊത്തത്തിൽ അവർ തൂത്ത് പറക്കി കളയും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് മാർക്ക് റൂട്ടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എവിടെ വന്നിട്ടാണ്? പോളണ്ടിൽ വന്നിട്ട് റഷ്യക്കെതിരെ ഈസ്റ്റേൺ സൈഡിൽ ഒരു ഡിഫൻസ് മെക്കാനിസം വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഈസ്റ്റേൺ സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട്
ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പോളണ്ട്, ജർമ്മനി ഈ രാജ്യങ്ങളുടെയൊക്കെ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ടുവന്ന് അവിടെ അണിനിരത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്, പിന്നീട് ടേക്ക് ഓഫ് ആയി പോകുന്നുണ്ട്. പല രീതിയിലുള്ള അഭ്യാസങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് മാർക്ക് റൂട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. റഷ്യയുടെ കയ്യിൽ മാസീവ് ആയിട്ടുള്ള ബോംബുകളുണ്ട്, അവർ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ UK ആണ്. UK മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്. കൺസർവേറ്റീവ് പാർട്ടിയാണ് ഈ പ്രൊട്ടസ്റ്റിന് കോൾ ഫോർ ചെയ്തത്. ഈ കോൾ ഫോർ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, അമേരിക്കയിൽ ചാർലി ക്രിക്കിനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഇവിടെ കോൾ ഫോർ ചെയ്തിരിക്കുന്നത് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്. വളരെ ചെറിയ കാലപരിധി ആയിട്ടുള്ളൂ ഈ കീർ സ്റ്റാർമറിന്റെ ലേബർ പാർട്ടി ഭരണത്തിൽ വന്നിട്ട്. പക്ഷെ അതിനെതിരെ ആഞ്ഞടിക്കുന്ന വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമില്ല. ആ രീതിയിലാണ് UK ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും UK നാഷണലിസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ലേബർ പാർട്ടി അവർക്ക് ഒരു രീതിയിലുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തുന്നില്ല എന്നാണ് ഇപ്പോൾ UK ഇംഗ്ലീഷുകാർ തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലണ്ട് ഓൺലി ഫോർ ഇംഗ്ലീഷ് പീപ്പിൾ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും മുദ്രാവാക്യങ്ങളുമാണ് അവിടെ ഉയർന്നു കേട്ടത്. ആ രീതിയിൽ മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും പ്രൊട്ടസ്റ്റ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. ഞാൻ ഫൂട്ടേജ് ഇവിടെ വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് UK സംഭവിച്ചെന്നുള്ളത്. It is very important. They need to stop illegal migration into this country. It's tearing us apart. You know, we've got people here, our veterans that fought for us and for our freedom, lying on the streets with nowhere to go. But you pop in, get rid of your documents, and you can have a 4-star hotel, free board and lodge. Disgrace is taking away our liberties and making up things as they go along. I've never seen a government so disorganised. ഫ്രാൻസിൽ ഇമ്മാനുവൽ മാക്രോൺ ആണെങ്കിൽ പ്രതിസന്ധി തീരാത്ത ഒരവസ്ഥയിലാണ്. ഇപ്പൊ ശരിക്കും മാക്രോണെ പുറത്ത് കാണുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഒരു പ്രൈം മിനിസ്റ്ററിനെ പ്രപ്പോസ് ചെയ്തു, പക്ഷേ ആ പ്രൈം മിനിസ്റ്ററിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണ് മാക്രോൺ. കാരണം അവിടെ ജനങ്ങൾക്ക് ഇപ്പം ഈ മാക്രോൺ ഉൾപ്പെടെയുള്ള ഈ ഭരണം പിരിച്ചു വിട്ടിട്ട് പുതിയ ഇലക്ഷൻ സംഘടിപ്പിക്കണം. അതിന് മാക്രോൺ തയ്യാറല്ല. ഇനി 2-3 വർഷം ബാക്കിയുണ്ട് മാക്രോൺ. അപ്പോൾ അതെങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടക്കാല പ്രധാനമന്ത്രിയെ എങ്ങനെയെങ്കിലും നിയമിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് മാക്രോൺ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിന് ഒട്ടും സമ്മതിക്കുന്നില്ല ഫ്രാൻസിലെ പാർലമെന്റ്. ന്യൂയോർക്കിൽ വെച്ചിട്ട് വളരെ സൈലന്റ് ആയിട്ട് തന്നെ പാലസ്തീനിയൻ സ്റ്റേറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ള പേരിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ആ റെസൊല്യൂഷനിൽ 147 രാജ്യങ്ങളിൽ 137 രാജ്യങ്ങളും അതിനെ അനുകൂലിച്ച് ഒപ്പുവെച്ചിട്ടുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ.
10 രാജ്യങ്ങളാണ് അതിൽ നിന്ന് വിട്ടുനിന്നത്. അർജന്റീന, ഹംഗറി, ഇസ്രായേൽ, പപ്പുവ ന്യൂഗിനിയ, പനാമ ആ രീതിയിൽ വരുന്ന കുറച്ച് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് പാലസ്തീൻ 2 സ്റ്റേറ്റ് വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനമെടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള മേജർ പ്ലേയേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ അനുകൂലിച്ചാണ് ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ പോളിസിയും 2 സ്റ്റേറ്റ് സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫ്രം ദ ബിഗിനിങ്. ഇസ്രായേലുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ഇസ്രായേലിന് അതറിയാം ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളത്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. ആ രീതിയിലുള്ള തീരുമാനങ്ങളെ ഇന്ത്യക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കണ്ണും പൂട്ടി നേരെ മറിച്ച് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇസ്രായേലിനോട് ഒപ്പമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വേണമെങ്കിൽ ഇസ്രായേലിനോട് ഒപ്പം എന്ന് നമുക്ക് സോളിഡാരിറ്റി പറയാം. തീവ്രവാദത്തിനെ എതിർത്ത് നിൽക്കുന്ന ആ ഒരു റെഫറൻഡത്തിൽ നമുക്ക് ഇസ്രായേലിനോടൊപ്പം എന്ന് പറയാം. പക്ഷേ പാലസ്തീൻ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്ത്യ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ അനുകൂലിക്കും. അതാണ് ഇന്ത്യയുടെ നിലപാട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം നമുക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പൊ നിലവിൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് താരിഫ് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ മിഡിൽ ഈസ്റ്റാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡിപ്ലോമാറ്റിക്കലി എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോറിൻ പോളിസിയിൽ വലിയ മാനദണ്ഡങ്ങളുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. അതുകൊണ്ട് ഇന്ത്യ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇന്നലെ ഖത്തർ പ്രൈം മിനിസ്റ്റർ ന്യൂയോർക്കിൽ വെച്ച് തന്നെ ട്രംപുമായിട്ടും സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടും ഒരു ഡിന്നർ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഖത്തറിന്റെ സൈഡിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ നടപടിക്രമങ്ങളോ മുന്നോട്ട് പോയില്ല. അതിൽ ഇറാൻ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ ഇറാന്റെ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞിരിക്കുകയാണ്, അത് നിങ്ങൾ ചുമ്മാ വെറുതെ ബെഡായി അടിക്കരുത്. അതാണ് ശരിക്കും ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക. ആർക്കാണ്? ഈ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇസ്രായേലെ അടിക്കൂ, അല്ലാതെ വെറുതെ കിടന്നിങ്ങനെ വായിട്ട് അലക്കരുത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇറാനോടൊപ്പം നിന്നില്ല. കാരണം ഇറാൻ ഒരുപാട് ഉപദേശിച്ചായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാം, നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കൂ എന്നാണ് ഇറാൻ പറഞ്ഞത് ഈ ഒരു അറബ് ലീഗ് മീറ്റിംഗിൽ. പക്ഷേ അതിന് ഈ അറബ് രാജ്യങ്ങൾ തയ്യാറല്ലായിരുന്നു. അതാണ് സംഭവം. ആ ദേഷ്യമാണ് ഇറാൻ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഖത്തർ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടെന്നുള്ളത്. അതായത് ഹമാസിന്റെ ചീഫ് ആയിട്ടുള്ള ഖലീൽ ഹയ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. നമ്പർ 1. കുറച്ച് പേരെ അസോസിയേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് അസോസിയേറ്റ്സ്, എത്ര അസോസിയേറ്റ്സ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. 2-3 പേരുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജിഹാദ് ലബാദ്, ഒരാളുടെ പേരാണ് ജിഹാദ് ലബാദ്. ഖലീൽ അൽ ഹയയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഹിമാം അൽ ഗയ എന്ന് പറയുന്നത് ഖലീൽ അൽ ഹയയുടെ മകനാണ്. അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. There are other 3 associates, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. There are other 3 associates. ഈ 3 associates എന്ന് പറയുന്നത് അഡ്വൈസേഴ്സും ബോഡി ഗാർഡും, അങ്ങനെയാണ് പറയുന്നത് ഈ അസോസിയേറ്റ്സിനെ. അബ്ദൽ വഹീദ് ഒരു വ്യക്തി, മൊമീൻ മൗസ, അതുപോലെ തന്നെ അഹമ്മദ് അബ്ദൽ മാലിക്, ഈ 3 പേരുമാണ് അഡീഷണൽ ആയിട്ടുള്ള അസോസിയേറ്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ. ഒരു ഖത്താരി സെക്യൂരിറ്റി ഓഫീസർ എന്നാണ് അയാളുടെ പേര്, സാദ് ഹുമദ് അൽ ഹുമൈദി. അപ്പോൾ ഇങ്ങനത്തെ പേരുകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഉള്ളിലും ഈ ഒരു സ്പെക്കുലേഷൻസ് അവർ പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഷിൻബെറ്റ് ആണ് ഗ്രൗണ്ട് ഓപ്പറേഷന് തീരുമാനമെടുത്തത്. ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മൊസാദ് തീരുമാനിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. ഇത് ഖത്തറിനോട് വാണിംഗ് ആണ്, അതുപോലെ തന്നെ ഹമാസ് ലീഡേഴ്സിന് ഒരു താക്കീതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മുന്നറിയിപ്പും കൂടിയാണ്. അതായത് അവർക്ക് എവിടെ പോയാലും ഒളിച്ചിരിക്കാൻ കഴിയില്ല, ദർ ആർ നോ സേഫസ്റ്റ് പ്ലേസ് ഫോർ ദം എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ ഇതിലൂടെ കൊടുത്തിരിക്കുന്നതാണ് ഇസ്രായേൽ പറയുന്നത്. പിന്നെ ഒരു വാർത്ത വരുന്നത് അദാനി പോർട്ട്, അതായത് അമേരിക്ക ഏതൊക്കെ വെസലുകൾക്ക്, അത് ഓയിൽ കൊണ്ടുവരുന്ന ടാങ്കർ വെസൽസ് ആയാലും മറ്റുള്ള കോമൺ വെസലുകളായാലും ഏത് വെസലിനായാലും ശരി തന്നെ സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന വെസലുകൾ ഇനി അദാനി പോർട്ടിൽ അടുക്കാൻ പാടില്ല എന്ന് അദാനി പോർട്ട് പ്രഖ്യാപിച്ചതായിട്ട് ഒരു വാർത്ത റോയിട്ടേഴ്സിൽ കിടപ്പുണ്ട്. ഇത് 11-ാം തീയതി തന്നെ പബ്ലിഷ് ചെയ്തതാണ്. പക്ഷെ ഞാനത് കൺഫേം ആവാത്ത കൊണ്ട് പറയാത്തതാണ്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അപ്പോൾ ഇതുകൊണ്ട് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതിൽ ഇന്ത്യ എന്തെങ്കിലും കുറവ് രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതുമില്ല. അപ്പോൾ ഇത് ശരിക്കും റോയിട്ടേഴ്സ് കൃത്യമായിട്ട് പറയുന്നതാണോ എന്നുള്ള ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു വാർത്ത കിടക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെ അദാനി പറഞ്ഞോ എന്ന് നമുക്കറിയത്തില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അദാനി പോർട്ട് സാങ്ഷനിൽ പെട്ടിരിക്കുന്ന വെസൽസ് അഥവാ ടാങ്കർ വെസൽസിന് അദാനി പോർട്ടിൽ അടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം അടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഹൈഫ പോർട്ട് അടുക്കാൻ പറ്റില്ല, ശ്രീലങ്ക കൊളംബോ പോർട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിർണായകമായ പോർട്ടുകൾ 2,26,000 ക്രൂഡ് ബാരൽസ് ആണ് അദാനി പോർട്ടിലൂടെ പെർ ഡേ ഡീൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിക്കും അദാനി പോർട്ട് ഡീൽ ചെയ്യുന്ന ബാരലുകളിൽ 80% എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ 80% അദാനി പോർട്ട് മാത്രം കേട്ടോ. ഇതിനകത്ത് അംബാനിയുടെ ഓയിൽ റിഫൈനറിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതര ഓയിൽ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട കണക്കല്ല ഇവിടെ പറയുന്നത്. ജസ്റ്റ് അദാനി മാത്രം ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടുകളുടെ ആ ഒരു ഇറക്കുമതിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്, നമ്മൾ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ 13th പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. മറ്റേ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് 11-ാം തീയതി വന്നതാണ്. ഇപ്പോൾ 13-ാം തീയതി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്റ്റാൻഡ്സ് ഫേം ഓൺ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്, റിജക്ട് US പ്രഷർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ്. റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്
$3.4 ബില്യൺ സർജ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ ഗാസ ആവശ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2,80,000 ആൾക്കാർ ഇതുവരെ റീലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2,80,000 പേര് ഇപ്പം ഇതുവരെ, അതായത് നോർത്തേൺ ഗാസ ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മൊത്തത്തിൽ ഇപ്പം അവിടെ നിന്ന് പലായനം ചെയ്ത് സൗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രംഗമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. മൊത്തത്തിൽ 8 ലക്ഷം പേരെ മാറ്റി പാർപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതിൽ 2,80,000 ആൾക്കാർ ഇപ്പം സൗത്തിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്ന് താമസിക്കാനാണ് ഇപ്പോൾ ഇത്രയും ജനങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇനിയിപ്പോൾ അടുത്ത് യുണൈറ്റഡ് നേഷൻസിന്റെ യുനിസെഫിലുള്ള വാർത്തകളൊക്കെ ഇനി വൈകാതെ പുറത്തു വരും. ഹെൽത്തിന്റെ ഇഷ്യൂസ്, പല പല അസുഖങ്ങൾ, ഇതേപോലെ ഫെമിൻ ഇഷ്യൂ, ഇതേപോലത്തെ ഇഷ്യൂ ഒക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇത്രയും ആൾക്കാരെ കൊണ്ട് താമസിപ്പിക്കാൻ പറഞ്ഞാൽ ഒന്നാമതേ ആ സ്ഥലം വളരെ ചെറുതാണ്. ഒന്നെങ്കിൽ ഇവർ ഈജിപ്തുമായിട്ട് എത്രയും വേഗം സംസാരിച്ചിട്ട് ആ ഡെസേർട്ട് ഏരിയയിൽ കുറച്ചുകൂടെ എക്സ്ട്രാ സ്ഥലം എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.